Hi all, welcome to Wings to Win Education. Unit 3 Statistics and Econometrics. Unit 3 Statistics and Econometrics. Statistics and Econometricsന് കീഴിലുള്ള സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ പ്രോബബിലിറ്റി തിയറി. പ്രോബബിലിറ്റി തിയറിയിൽ പ്രോബബിലിറ്റി തിയറിയുടെ കോൺസെപ്റ്റ്സ്, ഡിസ്ട്രിബ്യൂഷൻസ്, മൊമെന്റ്സ് ആൻഡ് സെൻട്രൽ ലിമിറ്റ് തിയറി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ അവിടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, കോറിലേഷൻ, ഇൻറ്റഗ്രേഷൻ ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ്, ഇത്രയും കാര്യങ്ങളും കൂടെ അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. ദെൻ സാമ്പിളിംഗ് മെത്തേഡ്സും നോൺ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനും നമുക്ക് പഠിക്കാനുണ്ട്. സാമ്പിളിംഗ് മെത്തേഡ്സ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ലീനിയർ റിഗ്രഷൻ മോഡൽസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് ബ്ലൂ. എക്കണോമെട്രിക്സിന്റെ കീഴിൽ വരുന്നതാണ് ലീനിയർ റിഗ്രഷൻ മോഡൽ ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈസ് ബ്ലൂ. ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം, simultaneous equation models, that is recursive and non-recursive model, discrete choice models, and last one is time series analysis. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമെട്രിക്സിന് കീഴിൽ വരുന്നത്. പ്രോബബിലിറ്റി തിയറി. പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഈസ് ദി മെഷർ ഓഫ് ദി ലൈക്ലിഹുഡ് ഓഫ് ആൻ ഈവന്റ്. നമ്മളൊരു ഈവന്റ് ഒക്കർ ചെയ്യുന്നതിനെ മെഷർ ചെയ്യുന്നതാണ്, ഈവന്റ് ഒക്കർ ചെയ്യുന്നതിനുള്ള സാധ്യതയെ മെഷർ ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഈവന്റ്. ഒരു ഈവന്റ് ഒക്കർ ചെയ്യുന്നതിനുള്ള ചാൻസിനെയാണ് പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു എക്സാം എഴുതി, അതിൽ 2 ഔട്ട്കംസ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്സാം എഴുതി പാസ്സാവാം, ഫെയിൽ ആവാം. നമുക്ക് പാസ്സാവാനുള്ള സാധ്യത മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫെയിൽ ആവാനുള്ള സാധ്യത മെഷർ ചെയ്യുന്നതാണ് എന്ത്? പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ടോട്ടൽ നമ്പർ ഓഫ് കേസസിൽ നിന്നും ഫേവറബിൾ ആയിട്ടുള്ള കേസസ് ഒക്കർ ചെയ്യുന്നതിനുള്ള ചാൻസിനെയാണ് പ്രോബബിലിറ്റി മെഷർ ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് കേസസിൽ നിന്നും ഫേവറബിൾ ആയിട്ടുള്ള കേസസിനെ മെഷർ ചെയ്യുന്നതിനെയാണ്, ഫേവറബിൾ ആയിട്ടുള്ള കേസസ് ഒക്കർ ചെയ്യുന്നതിനുള്ള സാധ്യതയെ മെഷർ ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്നത്. അൽജീബ്രയ്ക്കലി നമുക്ക് എങ്ങനെ പറയാം? പ്രോബബിലിറ്റി, ഒരു പ്രത്യേക സാധ്യത, ഒരു സാധ്യത മെഷർ ചെയ്യുന്നത് പ്രോബബിലിറ്റി എങ്ങനെ കാണാം? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസസ്. ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസസിൽ നിന്നും ഫേവറബിൾ ആയിട്ടുള്ള കേസസിന്റെ റേഷ്യോനെയാണ് എന്ത് മെഷർ ചെയ്യുന്നത്? പ്രോബബിലിറ്റി മെഷർ ചെയ്യുന്നത്. ഒരു സംഭവം, ഒരു എക്സ്പെരിമെന്റ് നടത്തി, അതിൽ നിന്നും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഈവന്റ് നടക്കുന്നതിനുള്ള ചാൻസ് എത്രയാണ്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ എക്സാം എഴുതി, അതിൽ പാസ്സാവുന്നതിനുള്ള പോസിബിലിറ്റി എത്രയാണ്? 2 ചാൻസ് ആണുള്ളത് അല്ലേ? ഒന്നെങ്കിൽ ഫെയിൽ ആവാം, അല്ലെങ്കിൽ എന്താവാം? പാസ്സാവാം. അതിൽ പാസ്സാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, അല്ലെങ്കിൽ ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അങ്ങനെ മെഷർ ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്നത്. ടേംസ് ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി തിയറി പഠിക്കുമ്പോൾ ഫസ്റ്റ് പ്രോബബിലിറ്റി തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസിനെ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഫസ്റ്റ് ടേമാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ് എന്താണ്? സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ആൻ എക്സ്പെരിമെന്റ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എസ്. ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ ആ എക്സ്പെരിമെന്റിൽ നിന്നും മാക്സിമം കിട്ടുന്ന ഔട്ട്കംസിനെയാണ് എന്ത് പറയുന്നത്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റിൽ നിന്നും ലഭിക്കുന്ന ടോട്ടൽ ഔട്ട്കംസ് ആണ് എന്ത്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇതിനെ എസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, എസ് ഈസ് ഈക്വൽ ടു E1, E2, E3, എക്സെട്ര ആൻഡ് En അല്ലേ? അതായത് ഒരു എക്സ്പെരിമെന്റിൽ നിന്നും കിട്ടുന്ന ടോട്ടൽ ഈവന്റിനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ ഈവന്റ്സിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സാം എഴുതി, എക്സാം എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. എക്സാം എഴുതി, ഈ എക്സാമിൽ നിന്നും കിട്ടുന്ന ഔട്ട്കം എന്തൊക്കെയാണ്? ഒന്ന് ഫെയിൽ ആവാം, മറ്റൊന്ന് പാസ്സാവാം. അപ്പോൾ ഇതിന്റെ സാമ്പിൾ സ്പേസ് എന്താണ് വരുന്നത്? ഫെയിൽ ആൻഡ്
പാസ് അല്ലെ, ഫെയിലും പാസും ഇത് രണ്ടും ഇതിൽ സംഭവിക്കാം. ആ ഒരു എക്സ്പെരിമെന്റ് കൊണ്ട് ടോട്ടലി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ടോട്ടൽ ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് സാമ്പിൾ സ്പേസ് കാണിക്കുന്നത്. ഫെയില്, പാസ് ഇത് ഒരുമിച്ചാവോ? ഇല്ല. പക്ഷെ ഇതിന്റെ ടോട്ടൽ ഔട്ട്കം ആണെന്ത്, ഒന്നെങ്കിൽ ഫെയിൽ ആവാം അല്ലെങ്കിൽ പാസ് ആവാം. അപ്പൊ എസ് എന്ന് പറയുന്നത് ഫെയിലും പാസും ആണ് അല്ലെ. അങ്ങനെ ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കോയിൻ ടോസ് ചെയ്തു. ആ കോയിനിൽ നിന്നും കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഔട്ട്കം എന്താണ്, ഒന്നെങ്കിൽ ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം അല്ലെ. അതെന്താണ്, ഔട്ട്കമാണ്, ടോട്ടൽ ഔട്ട്കമാണ്. അതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഈ ഹെഡും ടെയിലും ഒരുമിച്ച് കിട്ടുമോ? ഇല്ല. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് കിട്ടില്ല ഒരിക്കലും. ഒരു ടോസ് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് കിട്ടില്ല, രണ്ടും ഹെഡും ടെയിലും ഒരുമിച്ച് കിട്ടില്ല. ഇതിലേതെങ്കിലും ഒന്നേ കിട്ടും. പക്ഷെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, അത് ഹെഡ് ആവാം ടെയിൽ ആവാം. അതിന്റെ ടോട്ടൽ ഔട്ട്കമിനെയാണ് എന്ത് പറയുന്നത്, സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഈ സാമ്പിൾ സ്പേസിന്റെ കണ്ടീഷൻസ് പറയാം. എസ് എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന സാമ്പിൾ സ്പേസിന്റെ ഏതെങ്കിലും ഈ ഒരു ഔട്ട്കമ്മിൽ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ അതിൽ ഏതൊരു എലമെന്റും എസ് എന്ന് പറയുന്ന ഈ ഒരു സാമ്പിൾ സ്പേസിൽ എന്തായിരിക്കും, ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈച്ച് എലമെന്റ് ഓഫ് ദ സെറ്റ് എസ് ഡിനോട്ട്സ് വൺ ഓഫ് ദി പോസിബിൾ ഔട്ട്കം. ഈ എസ്സിൽ ഏതെങ്കിലും ഒരു ഔട്ട്കം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എസ്സിൽ നമ്മൾ ഫെയിൽ പാസ് പറഞ്ഞല്ലോ, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് വരുമോ? ഇല്ല. പക്ഷെ എസ്സിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ഇല്ല. ഏതൊരു എക്സ്പെരിമെന്റിന്റെയും ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമ്പിൾ സ്പേസിലെ എലമെന്റ് ആയിരിക്കും. നമ്മുടെ എക്സാം എഴുതിയ സമയത്ത് ഫെയിൽ ഓർ പാസ് ആണ് നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടിയത്. നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും, ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് ആയിരിക്കും. ഒന്നെങ്കിൽ പാസ് ആയിരിക്കും അല്ലെങ്കിൽ ഫെയിൽ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഔട്ട്കം ഈസ് വൺ ആൻഡ് ഓൺലി one element of the set S whenever the experiment is performed. ഈ ഒരു എക്സ്പെരിമെന്റ് എപ്പോൾ പെർഫോം ചെയ്താലും ഈ എലമെന്റ്സ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് തന്നെയായിരിക്കും. അതായത് എക്സാം എഴുതി ഫെയിലും പാസും, അത് എല്ലായ്പ്പോഴും എക്സാം എന്ന് പറയുന്ന എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് എന്ത് തന്നെയായിരിക്കും, ഫെയിൽ ആൻഡ് പാസ് ആയിരിക്കും. ഒരിക്കലും ഫെയിലും പാസും എന്താവുന്നില്ല, മാറുന്നില്ല. എപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയാലും അതിന്റെ സാമ്പിൾ സ്പേസ് എന്ത് തന്നെ ആവണം, സെയിം തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ സാമ്പിൾ സ്പേസ് തന്നെ ആയിരിക്കും ആ ഒരു എക്സ്പെരിമെന്റ് എപ്പോൾ പെർഫോം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ടോസിങ് എ കോയിൻ സാമ്പിൾ സ്പേസ് കൺസിസ്റ്റ്സ് ഓഫ് ദി ഹെഡ് ആൻഡ് ടെയിൽ, ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു എച്ച് ആൻഡ് ടി അല്ലെ. നമ്മളൊരു കോയിൻ ടോസ് ചെയ്താൽ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, ഹെഡോ അല്ലെങ്കിൽ ടൈലാണ്. അതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസ് ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു എച്ച് ആൻഡ് ടി. ഇങ്ങനെയാണ് സാമ്പിൾ സ്പേസിനെ നമ്മൾ ബ്രാക്കറ്റിന്റെ അകത്തായിട്ടാണ് എഴുതുന്നത്. ഹെഡോ ടൈലോ, ഇതിൽ ഹെഡ് കിട്ടാം ടെയിൽ കിട്ടാം. ഇനി 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ, 2 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന സാമ്പിൾ സ്പേസ് എസ് ഈസ് ഈക്വൽ ടു എച്ച് എച്ച്. ഒന്നെങ്കിൽ നമുക്ക് 2 ഹെഡ് കിട്ടാം, എച്ച് ടി, ഒരു ഹെഡും ഒരു ടെയിലും കിട്ടാം, ഒരു ടൈലും ഒരു ഹെഡും കിട്ടാം, 2 ടെയിൽ കിട്ടാം. ഈ 4 പോസിബിലിറ്റീസ് ആണ് 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ലെ. 2 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യുമ്പോൾ രണ്ടും ഹെഡ് കിട്ടാം. ഒന്നെങ്കിൽ രണ്ടും ഹെഡ് കിട്ടാം, അല്ലെങ്കിലോ ആദ്യത്തേത് ഹെഡും രണ്ടാമത്തേത് ടൈലും കിട്ടാം, അല്ലെങ്കിൽ ആദ്യത്തേത് ടൈലും രണ്ടാമത്തേത് ഹെഡും കിട്ടാം, അല്ലെങ്കിലോ രണ്ടും ടൈൽ കിട്ടാം. ഈ ഒരു പോസിബിലിറ്റി മാത്രമേ എവിടെയുള്ളൂ, 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോഴുള്ളൂ. അപ്പോൾ അതിന്റെ മാക്സിമം ഔട്ട്കം ആണ് എന്ത്, സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതിൽ നിന്നും കിട്ടുന്ന ടോട്ടൽ ഔട്ട്കമിനെയാണ്, ഒരു എക്സ്പെരിമെന്റിൽ നിന്നും കിട്ടുന്ന ടോട്ടൽ ഔട്ട്കമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പിൾ സ്പേസ് എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സാമ്പിൾ പോയിന്റ്. വാട്ട് ഈസ് സാമ്പിൾ പോയിന്റ്? സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് പോസിബിൾ ഔട്ട്കംസിൽ നിന്നും കിട്ടുന്ന ഏതെങ്കിലും ഒന്നാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സാമ്പിൾ സ്പേസ് കണ്ടു അല്ലെ. 2 കോയിൻസ് ടോസ് ചെയ്ത സമയത്ത് ഏതൊക്കെയായിരുന്നു നമ്മുടെ സാമ്പിൾ സ്പേസ്? ഹെഡും കിട്ടാം, ഹെഡും ടെയിലും കിട്ടാം, ടെയിലും ഹെഡും കിട്ടാം, ടെയിലും കിട്ടാം. ഇങ്ങനെ 4 പോസിബിൾ സാമ്പിൾ സ്പേസ് ആയിരുന്നു ഏതിനുണ്ടായിരുന്നത്, 2 കോയിൻസ് ടോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് കിട്ടുന്നതിനുള്ള ചാൻസിനെയാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുത്താൽ, നമ്മളൊരു കാർഡ് എന്ത് ചെയ്യാണ്, ടോസ് ചെയ്യാണ്. അതായത് കാർഡ് എന്ന് പറയുമ്പോൾ കാർഡിലെ ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്, 52 ഔട്ട്കംസ് ഉണ്ടായിരിക്കും.
അതിൽ ഈ 52 ഔട്ട്കംസിൽ 26 റെഡ് കാർഡ്സും 26 ബ്ലാക്ക് കാർഡ്സും ആണുള്ളത്. അപ്പോൾ 52 ഇത് ഓർത്ത് വെക്കുക, 52 ആണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഒരു കാർഡ് ഡ്രോ ചെയ്യുന്നതിൻ്റെ ചാൻസ് അല്ലെങ്കിൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്, അതിൻ്റെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 52 ആണ്. ഈ 52-ൽ 26 റെഡ് കാർഡ്സും 26 ബ്ലാക്ക് കാർഡ്സും ഉണ്ട്. 26 റെഡ് കാർഡ്സും 26 ബ്ലാക്ക് കാർഡ്സും ഉണ്ട്. അതിൽ ഈ 26 റെഡ് കാർഡ്സിനെ വീണ്ടും നമുക്ക് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട്. അതായത് 26 റെഡ് കാർഡ്സിനെ ഹെഡായിട്ടും ഹേർട്ടായിട്ടും ഡയമണ്ട്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹേർട്ടും ഡയമണ്ടും ആണ് എന്ത്? റെഡ് ആയിട്ടുള്ള 26 കാർഡ്സ്. ഇനി ബ്ലാക്കിൽ സ്പൈഡും ക്ലബും ആണ് വരുന്നത്. അപ്പോൾ ഇതിന് ഈ 26 റെഡ് കാർഡ്സിൽ ഹേർട്ട് 13 എണ്ണവും ഡയമണ്ട് 13 എണ്ണവും ഉണ്ടായിരിക്കും. ദെൻ 26 ബ്ലാക്ക് കാർഡ്സിൽ സ്പൈഡ്സ് 13ഉം അതുപോലെ തന്നെ ക്ലബ്സ് 13ഉം ഉണ്ടായിരിക്കും. 13 വീതമായിരിക്കും എന്ത്? ഹേർട്ട്, ഡയമണ്ട്, സ്പൈഡ്സ്, ക്ലബ്സ് ഉണ്ടായിരിക്കുക. ഹേർട്ട് 13, ഡയമണ്ട് 13, സ്പൈഡ് 13, ക്ലബ് 13. ഇതിൽ ഹേർട്ടും ഡയമണ്ടും റെഡ് കാർഡ്സ് ആണ്. സ്പൈഡ്സും ക്ലബ്സും എന്താണ്? ബ്ലാക്ക് കാർഡ്സ് ആണ്. ഇതാണ് ഒരു കാർഡ് ഡ്രോ ചെയ്യുന്നതിനുള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഇതിൽ ഡെക്ക് ഓഫ് കാർഡ്സ് 4 ഓഫ് ഹേഴ്സ് ഇസ് എ സാമ്പിൾ പോയിന്റ്. ഇതിൽ നിന്നും നമ്മൾ പറഞ്ഞു 52 ആണ് സാമ്പിൾ പോയിന്റ് അല്ലേ. ഇതിൽ എന്തൊക്കെയുണ്ട്? 13 ഹേർട്ട് ഉണ്ട്, ഹെഡ്സ് ഉണ്ട്, 13 ഡയമണ്ട് ഉണ്ട്, 13 സ്പൈഡ്സ് ഉണ്ട്, 13 ക്ലബ് ഉണ്ട്. അതിൽ ഹേർട്ട് കിട്ടുന്നതിനുള്ള ചാൻസിനെ ആണ് എന്ത് പറയുന്നത്? നമ്മൾ കാർഡ്സിൽ നിന്നും സാമ്പിൾ പോയിന്റ്, ഈ 4 എണ്ണത്തിൽ ഹേർട്ട്, ഡയമണ്ട്, സ്പൈഡ്സ്, ക്ലബ്സ്, ഇതിൽ നിന്നും സാമ്പിൾ, ഈ ഒരു ഔട്ട്കമ്മിൽ നിന്നും ഹേർട്ട് കിട്ടുന്നതിനുള്ള ഹേർട്സ് കിട്ടുന്നതിനുള്ള സാമ്പിൾ പോയിന്റ് കിട്ടുന്നതിനുള്ള പ്രോബബിലിറ്റിയെയാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്വീൻ ഓഫ് ക്ലബ് ഈസ് സാമ്പിൾ പോയിന്റ്. ഈ ഒരു ഹേർട്ടിലും ഡയമണ്ടിലും എന്തുണ്ട്? ഈ ഹേർട്ട്, ഡയമണ്ട്, സ്പൈഡ്, ക്ലബ്, ഈ 4ലും എന്ത് അടങ്ങിയിട്ടുണ്ട്? ഒരു കിങ് ഉണ്ട്, ക്വീൻ ഉണ്ട്, ജാക്ക് ഉണ്ട്. ഇത് കിട്ടുന്നതിനുള്ള സാധ്യതയെ നോക്കുമ്പോൾ അതെന്തായിട്ട് മാറും? സാമ്പിൾ പോയിന്റ് ആയിട്ട് മാറും. അപ്പോൾ ഓരോ സാമ്പിൾ സ്പേസിൽ നിന്നും പ്രത്യേകം സാധ്യത നോക്കുന്നതിനെയാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ടോസ് ചെയ്ത സമയത്ത് ഹെഡോ ടൈലോ കിട്ടാം. അതിൽ ഹെഡ് കിട്ടുന്നതിനുള്ള സാധ്യത, അപ്പോൾ ഹെഡ് എന്ന് പറയുന്നത് സാമ്പിൾ പോയിന്റ് ആണ്. അല്ലെങ്കിൽ ടൈൽ കിട്ടുന്നതിനുള്ള സാധ്യത, ടൈൽ എന്താണ്? സാമ്പിൾ പോയിന്റ് ആണ്. നെക്സ്റ്റ് വൺ, എക്സ്പെരിമെന്റ് ഓർ ട്രയൽ. വാട്ട് ഈസ് എക്സ്പെരിമെന്റ് ഓർ വാട്ട് ഈസ് ട്രയൽ? അൺപ്രഡിക്റ്റബിൾ ആയിട്ട് റിസൾട്ട് വരുന്ന സീരീസ് ഓഫ് ട്രയൽസിനെയാണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഒരു ട്രയൽ നടത്തുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് റിസൾട്ട് കിട്ടുന്ന സീരീസ് ഓഫ് ട്രയൽസ് ആണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു ട്രയൽ എപ്പോൾ നടത്തിയാലും അതിൻ്റെ സാമ്പിൾ സ്പേസ് സെയിം ആയിരിക്കും, പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തതായിരിക്കും. എക്സാമ്പിളായിട്ട് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ആ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് എന്ത് ചെയ്യാനാവില്ല? ഇത് ഹെഡ് ആയിരിക്കോ ടെയിൽ ആയിരിക്കോ എന്ന് പറയാനാവില്ല. കാരണം അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഒന്നെങ്കിൽ ടെയിൽ ആവാം, അല്ലെങ്കിൽ എന്താവാം? ഹെഡ് ആവാം. അത്തരത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ട്രയലിനെയാണ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ട്രയൽ എന്ന് പറയുന്നത്. ഇനി റാൻഡം എക്സ്പെരിമെന്റ്. എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്? എക്സ്പെരിമെന്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ട് എന്താവില്ല? നമുക്ക് കനോട്ട് ബി പ്രെഡിക്റ്റഡ്. ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിലൊരു പക്ഷേ സെർട്ടൈനിറ്റി ഉണ്ടായിരിക്കും. കാരണം സാമ്പിൾ സ്പേസ് നമുക്കറിയാം. അതിൽ ഏതെങ്കിലും ഒരു റിസൾട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഒക്കർ ചെയ്യുന്നത്. പക്ഷെ അത് ഏത് റിസൾട്ട് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. എക്സാമ്പിളായിട്ട് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് അറിയാം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? ഒന്നെങ്കിൽ ഹെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും. ഇതെന്താണ്? അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അത് ഹെഡ് ആവും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല, അത് ടെയിൽ ആവും എന്നുള്ളതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവിടെ ഒരു സെർട്ടൈനിറ്റി നിലനിൽക്കുന്നുണ്ട്. കാരണം ഹെഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കാം, അത് നമുക്കറിയാം. പക്ഷെ അത് ഹെഡ് ആണോ ടെയിൽ ആണോ എന്നുള്ളത് നമുക്ക് അറിയാനാവില്ല. അപ്പോൾ
ഇത്തരം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സെർട്ടനിറ്റിയോട് കൂടിയിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഔട്ട്പുട്ട് വരുന്ന ഓപ്പറേഷൻസിനെയാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇനി ഈച്ച് ട്രയൽ കണ്ടക്ട് ചെയ്യുമ്പോഴും ഔട്ട്കം ഈസ് നോട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആയിരിക്കില്ല അവിടെ കിട്ടുന്നത്. അതിന്റെ ഔട്ട്കം എന്തായിരിക്കാം? മാറി മാറി വരാം. അതായത് റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കനോട്ട് ബി പ്രെഡിക്റ്റഡ് ആണ്. ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടു. പക്ഷെ ഈ ഒരു ട്രയലിന്റെ ഓരോ എക്സ്പെരിമെന്റിന്റെയും റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും, നോട്ട് യുണീക്ക് ആയിരിക്കില്ല. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ കോയിന്റെ കേസ് പറഞ്ഞു. ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ഒരു ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഹെഡ്, ഇനി അടുത്ത സമയത്തും അത് ഹെഡ് ആയിരിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. അത് ടെയിൽ ആവാനുള്ള സാധ്യതയും ഒരുപോലെയാണ്. ഹെഡ് ആവാനും ടെയിൽ ആവാനുമുള്ള സാധ്യത ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ യുണീക്ക് ആയിട്ടുള്ള ഔട്ട്കം ആയിരിക്കില്ല ഒരിക്കലും കിട്ടുന്നത്. അത്തരം എക്സ്പെരിമെന്റിനെയാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സെർട്ടനിറ്റിയോട് കൂടി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഔട്ട്കം ഉള്ള ഒരു എക്സ്പെരിമെന്റ്. അതേപോലെ തന്നെ ഔട്ട്കം ഒരിക്കലും എന്തായിരിക്കില്ല? യുണീക്ക് ആയിരിക്കില്ല. ഇത്തരം ഫീച്ചേഴ്സ് ആണ് ഒരു റാൻഡം എക്സ്പെരിമെന്റിന് ഉള്ളത്. എന്തൊക്കെയാണ്? ഔട്ട്പുട്ട് കനോട്ട് ബി പ്രെഡിക്റ്റഡ്, ബട്ട് അവിടെ ഒരു സെർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ടാവും. എന്താണ് സെർട്ടനിറ്റി? സാമ്പിൾ സ്പേസ് നമുക്കറിയാം. ആ സാമ്പിൾ സ്പേസിൽ ഏതെങ്കിലും ഒരു ഈവന്റ് ആയിരിക്കും അവിടെ ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് കനോട്ട് ബി പ്രെഡിക്റ്റഡ് വിത്ത് സെർട്ടനിറ്റി, ദെൻ ഔട്ട്കം ഈസ് നോട്ട് യുണീക്ക്. ഔട്ട്കം എന്താണ്? യുണീക്ക് ആയിരിക്കില്ല. ഔട്ട്പുട്ട് നമുക്ക് സെർട്ടനിറ്റിയോട് കൂടി പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല, പക്ഷെ ഒരു സെർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. കാരണം സാമ്പിൾ സ്പേസ് അറിയാം. ആ സാമ്പിൾ സ്പേസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, പക്ഷെ ഏതായിരിക്കും ഔട്ട്കം എന്നുള്ളത് നമുക്ക് സെർട്ടനിറ്റിയോട് കൂടിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല. ദെൻ ഔട്ട്കം ഈസ് നോട്ട് യുണീക്ക് എന്നുള്ളത്. ഈ രണ്ട് ഫീച്ചേഴ്സ് കൂടുന്നതിനെയാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഈവൻസ്. വാട്ട് ഈസ് ഈവൻസ്? Events is the subset of the sample space. സാമ്പിൾ സ്പേസിലെ സബ്സെറ്റിനെയാണ് ഈവൻസ് എന്ന് പറയുന്നത്. ഓരോ ഈവൻറ്റും എന്തായിരിക്കും? സാമ്പിൾ സ്പേസിലെ സബ്സെറ്റ്സ് ആയിരിക്കും. ഈ സബ്സെറ്റ്സ് ഈക്വലി ലൈക്ലി ഈവൻസ് ആവാം, എക്സ്ക്ലൂസീവ് ഈവൻസ് ആവാം, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആവാം, ഓർ ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് ആവാം. സാമ്പിൾ സ്പേസിലെ ഓരോ ഈവൻറ്റിനെയുമാണ് സാമ്പിൾ സ്പേസിലെ ഓരോ സബ്സെറ്റിനെയുമാണ് എന്തു പറയുന്നത്? ഈവന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ആ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടാം? 2 സാമ്പിൾ സ്പേസ് ഉണ്ട്. ഹെഡ് ആവാം, ടൈൽ ആവാം. ഈ ഹെഡ് എന്താണ്? ഒരു ഈവന്റ് ആണ്. അതുപോലെ ടൈലും ഒരു ഈവന്റ് ആണ്. സാമ്പിൾ സ്പേസിലെ ഓരോ സബ്സെറ്റിനെയും എന്ത് പറയുന്നു? ഈവന്റ് എന്ന് പറയുന്നു. ഇനി 2 കോയിൻസ് ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 ഔട്ട്കംസ് കിട്ടിയിരുന്നു. സാമ്പിൾ സ്പേസിൽ 4 സബ്സെറ്റ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? HH ഹെഡും ഹെഡും ആവാം, HT ഹെഡും ടൈലും ആവാം, TH ടൈലും ഹെഡും ആവാം, ഓർ TT ടൈലും ടൈലും ആവാം. ഇങ്ങനെ ഈ 4 സബ്സെറ്റ്സ്, ഈ 4 പോസിബിൾ ഔട്ട്കംസ് എന്താണ്? ഓരോ ഈവൻസ് ആണ്. HH എന്ന് പറയുന്നത് ഒരു ഈവന്റ് ആണ്, TT എന്ന് പറയുന്നത് ഒരു ഈവന്റ് ആണ്, TH എന്ന് പറയുന്നതും HT എന്ന് പറയുന്നതും ഓരോ സെപ്പറേറ്റ് ഈവന്റ് ആണ്. ഇനി നമ്മൾ കാർഡ്സ് എടുക്കുമ്പോൾ 52 ഔട്ട്കംസ് കിട്ടും അല്ലെ? ഒരു കാർഡ്സ് എടുക്കുമ്പോൾ 52 കാർഡ്സ് ആണുള്ളത്. 52 സാമ്പിൾ സ്പേസ് കിട്ടും. ഇതിൽ നിന്നും ഓരോന്നും എന്താണ്? ഓരോ ഈവന്റ് ആണ്. അങ്ങനെ സാമ്പിൾ സ്പേസിലെ ഓരോ സബ്സെറ്റിനെയുമാണ് എന്തു പറയുന്നത്? ഈവന്റ് എന്ന് പറയുന്നത്. ഈവൻസ് ഈക്വലി ലൈക്ലി ഈവൻസ് ആവാം, എക്സ്ക്ലൂസീവ് ഈവൻസ് ആവാം, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആവാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് ആവാം. എന്താണ് ഈക്വലി ലൈക്ലി ഈവൻസ്? ഈക്വലി ലൈക്ലി ഈവൻസ് എന്ന് പറയുമ്പോൾ അതിലെ ഓരോ ഈവൻസിനെയും റെലവൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓരോ ഈവൻറ്റും എന്തായിരിക്കും? റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒന്നിനു മേൽ മറ്റൊന്നിന് കൂടുതൽ ചാൻസോ ഒന്നിനു മേൽ മറ്റൊന്നിന് കുറവ് ചാൻസോ ഉണ്ടായിരിക്കുന്നതല്ല. എക്സാമ്പിൾ ആയിട്ട് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടാനും ടൈൽ കിട്ടാനും ഒരേ ചാൻസ് ആണുള്ളത്, ഒരേ പോസിബിലിറ്റി ആണുള്ളത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഈക്വലി ലൈക്ലി ഈവൻസ് എന്ന് പറയുന്നത്. ഓരോ ഈവൻറ്റും ഒക്കർ ചെയ്യുന്നതിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. അതിനെയാണ് ഈക്വലി ലൈക്ലി ഈവൻസ് എന്ന് പറയുന്നത്. ഈക്വലി ലൈക്ലി ഈവൻസിൽ ഓരോ ഔട്ട്കമിനും തുല്യ പ്രാധാന്യമായിരിക്കും, തുല്യ പോസിബിലിറ്റി ആയിരിക്കും ഒക്കർ ചെയ്യുന്നതിന് ഉണ്ടായിരിക്കുന്നത്.
അത്തരം ഈവൻസ് ആണ് ഈക്വലി ലൈക്ലി ഈവൻസ് എന്ന് പറയുന്നത്. ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസിന് ഇൻകമ്പാറ്റിബിൾ ഈവൻസ് എന്നും പറയുന്നുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ഓൾസോ നോൺ ആസ് ഇൻകമ്പാറ്റിബിൾ ഈവൻസ്. ഇൻകമ്പാറ്റിബിൾ ഈവൻസ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ്, ഒരു ഈവന്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് അല്ലെങ്കിൽ ഇൻകമ്പാറ്റിബിൾ ആണ് എന്ന് എപ്പോഴാണ് പറയുന്നത്? Any one of them, happening of any one of them precludes or prevents the happening of all others. ഒരു ഈവന്റിന്റെ ഒക്കറൻസ്, ഒരു ഈവന്റ് ഒക്കർ ചെയ്യുന്നത് മറ്റു ഈവൻസിന്റെ ഒക്കറൻസിനെ എല്ലാം പ്രിവെന്റ് ചെയ്യും അല്ലെങ്കിൽ പ്രിക്ലൂഡ് ചെയ്യും എന്നുണ്ടെങ്കിൽ, തടഞ്ഞു നിർത്തും എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് എന്ന് പറയുന്നത്. ഒരു ഈവന്റിന്റെ ഒക്കറൻസിന്റെ സാധ്യതയെ മറ്റു ഈവൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു ഈവൻസിന്റെ സാധ്യത തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇപ്പോൾ ഹെഡ് എന്ന് പറയുന്നത് കൂടുതൽ ചാൻസും കൂടുതൽ പോസിബിലിറ്റിയും ടൈലിന് കുറവ് പോസിബിലിറ്റിയുമാണ് എന്നുണ്ടെങ്കിൽ ഹെഡ് ടൈല് സംഭവിക്കാനുള്ള സാധ്യതയെ ഹെഡ് തടഞ്ഞു നിർത്തും. അങ്ങനെയാണെങ്കിൽ അത്തരം ഈവൻസിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എക്സോസ്റ്റീവ് ഈവന്റ്. എന്താണ് ഒരു എക്സോസ്റ്റീവ് ഈവന്റ് എന്ന് പറയുന്നത്? An event is said to be an exhaustive. At least one of them necessarily occurs whenever the experiment is performed. എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുമ്പോൾ അതിലെ ഓരോ ഈവൻറ്റും സാമ്പിൾ സ്പേസിലെ എന്തായിരിക്കണം? സാമ്പിൾ സ്പേസിലെ സബ്സെറ്റ്സ് ആയിരിക്കണം. നമ്മൾ ഒരു ഗ്രൂപ്പ് എടുത്താൽ അതിൽ ഓരോ ഗ്രൂപ്പും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? സാമ്പിൾ സ്പേസിലെ ഈവൻസ് ആയിരിക്കും. സബ്സെറ്റിനെ മാത്രം, എല്ലാ സബ്സെറ്റും എന്തിലായിരിക്കും? സാമ്പിൾ സ്പേസിലായിരിക്കും. അങ്ങനെ ഒരു എക്സ്പെരിമെന്റിന്റെ എല്ലാ റിസൾട്ട്സും അല്ലെങ്കിൽ എല്ലാ ഔട്ട്കമും എന്തിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം? സാമ്പിൾ സ്പേസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡും ടൈലും കിട്ടുന്നു. ഹെഡും ടൈലും എന്താണ്? ടു എക്സോസ്റ്റീവ് ഈവന്റ് ആവണമെന്നുണ്ടെങ്കിൽ അതെന്താവണം? സാമ്പിൾ സ്പേസിലാവണം. അപ്പോൾ ഹെഡും ടൈലും എന്താണ്? സാമ്പിൾ സ്പേസസ് ആണ്. ആ സാമ്പിൾ സ്പേസിലെ ഓരോ ഈവൻസിനെയും നമുക്ക് എന്ത് പറയാം? സിംപ്ലി എക്സോസ്റ്റീവ് ഈവൻസ് എന്ന് പറയാം. ഓരോ ഈവൻറ്റും എന്തായിരിക്കണം? സാമ്പിൾ സ്പേസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ ഈവൻറ്റിനെയും സാമ്പിൾ സ്പേസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഈവൻസിനെ നമുക്ക് എക്സോസ്റ്റീവ് ഈവൻസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ്. ഇൻഡിപെൻഡൻറ്റ് ഈവൻസ്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് എന്ന് പറയുന്നത്? ഒരു ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഈവൻറ്റിൻ്റെ ഹാപ്പനിങ് അല്ലെങ്കിൽ ഒരു ഈവൻറ്റിൻ്റെ ഒക്കറൻസ് എന്ത് ചെയ്യുന്നില്ല? മറ്റൊരു ഈവൻറ്റിൻ്റെ ഒക്കറൻസിനെ ഡിനേ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. അത്തരം ഈവൻസ് ആണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് എന്ന് പറയുന്നത്. ഒരു ഈവൻറ്റിൻ്റെ ഒക്കറൻസ് മറ്റു ഈവൻസിൻ്റെ ഒക്കറൻസിനെ എന്ത് ചെയ്യുന്നില്ല? ഡിനേ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. അത്തരം ഈവൻസ് ആണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടൈല് കിട്ടാം. നമുക്ക് ഫസ്റ്റ് ടൈമിൽ ടോസ് ചെയ്ത സമയത്ത് ഹെഡ് കിട്ടി. ഇനി അടുത്ത സമയത്ത് ഈ ഹെഡ് എന്ത് ചെയ്യുന്നില്ല? അടുത്ത സമയത്ത് ടൈല് കിട്ടാനുള്ള സാധ്യതയെ തടഞ്ഞു നിർത്തുന്നില്ല. അല്ലെങ്കിൽ ഹെഡും ടൈലും എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്, ഡിപ്പെൻഡൻ്റ് അല്ല. ടൈലോ ഹെഡോ എന്തല്ല? ഡിപ്പെൻഡൻ്റ് അല്ല. ഒന്നിനോട് ചേർന്നിട്ടല്ല നിൽക്കുന്നത്. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി ഉണ്ട്. അത്തരത്തിലുള്ള ഈവൻസിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു കോയിൻ 4 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ 3 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. ആ ഒരു സമയത്തൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഈവൻസ് മാറി വരാം. അല്ലെങ്കിൽ ഒരു കാർഡ് പോട്ടിൽ നിന്നും നമുക്ക് എന്തെടുക്കാം? കാർഡ്സ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാഗിൽ നിന്നും നമ്മുടെ ബോൾസ് എടുക്കുകയാണ്. ആ ബോൾസ് മാറ്റി വെച്ചിട്ടാണ് സെക്കൻഡ് എക്സ്പെരിമെന്റ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ, ഓരോ കിട്ടിയ ബോൾസ് മാറ്റി വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാം ഒരു ഡിപ്പെൻഡൻസി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഒരു ബാഗിൽ നിന്നും ഒരു റെഡ് ബോൾ എടുക്കുന്നു. ആ റെഡ് ബോൾ വീണ്ടും അതിൽ വെച്ചതിന് ശേഷമാണ് സെക്കൻഡ് എന്തെടുക്കുന്നത്? വീണ്ടും ബോൾ എടുക്കുന്നത്. അത്തരം സമയത്ത് അവിടെ ഇൻഡിപെൻഡൻസി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഓരോ റിസൾട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നീട് എക്സ്പെരിമെന്റ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല? അവിടെ ഒരു ഡിപ്പെൻഡൻസിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് എന്ന് പറയുമ്പോൾ ഒരു ഈവന്റ് നടക്കുന്നതിനുള്ള സാധ്യത മറ്റൊരു ഈവന്റിന്റെ അഫക്റ്റ് ചെയ്യുന്നില്ല. അത്തരം ഈവൻസ് ആണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് എന്ന് പറയുന്നത്.
ഈ പ്രോബബിലിറ്റി തിയറിയുടെ ഓപ്പറേഷൻസിനെ ഇനി നമുക്ക് പരിചയപ്പെടാം. അൽജിബ്രിക് ഓപ്പറേഷൻസ് ഓഫ് ഈവൻസ് ഫോർ ഈവൻസ്. അൽജിബ്രിക് ഓപ്പറേഷൻ എങ്ങനെയാണ് ഈവൻസിന്റെ അൽജിബ്രിക് ഓപ്പറേഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് അഡീഷണൽ തിയറി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, പ്രോബബിലിറ്റിയുടെ അഡീഷണൽ തിയറി. അഡീഷണൽ തിയറം എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? എയും ബിയും അഡീഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ യൂണിയൻ എന്നുള്ള ഒരു വേർഡ്, യൂണിയൻ, യു എന്ന് പറയുന്ന ഇതുപോലെ ഒരു യൂണിയൻ എന്നുള്ളത് കൊണ്ടാണ് അഡീഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പി ഓഫ് അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി, എ പ്ലസ് ബി, യൂണിയൻ പ്ലസിനെയാണ് അഡീഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് ബി, എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് ബി എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എങ്ങനെ കാണും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തിനെയാണ്? മൾട്ടിപ്ലിക്കേഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇനി പഠിക്കും. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളതാണ്. ഇനി എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആയാൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് എന്താ എന്നുള്ളത് നമ്മൾ കണ്ടു. ഒന്നിന്റെ ഒക്കറൻസിനെ മറ്റൊന്ന് തടഞ്ഞു നിർത്തുന്നതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് എ യൂണിയൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരിക്കില്ല. ഈ ഇന്റർസെക്ഷൻ ബി എന്താ എന്നുള്ളത് നമ്മൾ പറയും. പക്ഷെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് രണ്ടിന്റെയും ഒരുമിച്ചുള്ള ഒക്കറൻസിനെയാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. എ യൂണിയൻ ബി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന ഈവന്റ് ഒക്കർ ചെയ്യുന്നതിനുള്ള സാധ്യത പ്ലസ് ബി എന്ന് പറയുന്ന ഈവന്റ് ഒക്കർ ചെയ്യുന്നതിനുള്ള സാധ്യതയിൽ നിന്നും രണ്ടും ഒരുമിച്ച് ഒക്കർ ചെയ്യുന്നതിനുള്ള സാധ്യതയായിട്ടുള്ള എ ഇന്റർസെക്ഷൻ ബി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോഴായിരിക്കും എന്ത് സംഭവിക്കുന്നത്? പി ഓഫ് എ യൂണിയൻ ബി അല്ലെങ്കിൽ പി ഓഫ് എ പ്ലസ് ബി നമുക്ക് കിട്ടുന്നത്. ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുമ്പോൾ രണ്ടും ഒരുമിച്ച് നടക്കില്ല. കാരണം ഒരു ഈവന്റിന്റെ ഒക്കറൻസിനെ മറ്റൊന്ന് തടഞ്ഞു നിർത്തും. ഒന്ന് സംഭവിച്ചാൽ മറ്റൊന്ന് എന്തായാലും നടക്കില്ല. അത്തരം ഈവൻസ് ആണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഈവൻസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുമ്പോൾ ഇവിടെ എന്തുണ്ടാവില്ല? രണ്ടും ഒരുമിച്ച് നടക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി? പോസിബിലിറ്റി ഓഫ് എനെയും പ്രോബബിലിറ്റി ഓഫ് ബിനെയും ആഡ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ അഡീഷണൽ തിയറത്തിൽ നോക്കേണ്ട കാര്യം, സാധാ ഒരു ഈവൻസ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആയിരിക്കും. ഇനി ഈവൻസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ഇനി രണ്ടിൽ കൂടുതൽ ഈവൻസ് ഉണ്ടാകുന്ന സമയത്ത്, അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇങ്ങനെ നീണ്ടുപോകും. ഇത്തരത്തിലുള്ള വലിയ ഇക്വേഷൻസ് ഒന്നും നമുക്ക് ഇന്നേ വരെ നെറ്റ് എക്സാമിന് കണ്ടിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പക്ഷെ രണ്ട് ഈവൻസിന്റെ എയുടെയും ബിയുടെയും ഒക്കറൻസിന്റെ അതിന്റെ അഡീഷൻ തിയറി നിങ്ങൾ എന്തായാലും പഠിക്കണം. സാധാ സമയത്ത് അല്ലെങ്കിൽ ഒരു നോർമൽ കേസിൽ എങ്ങനെ വരും? എയും ബിയും ഈക്വലി ലൈക്ലി ആയിട്ടുള്ള ഈവൻസ് ആണ് എന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആയിരിക്കും. ഇനി എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്നുണ്ടെങ്കിൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ഇതെന്താവണം? കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി. എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു കണ്ടീഷൻ നിലനിൽക്കുന്നുണ്ട്. അതായത് എന്തായിരിക്കും ആ കണ്ടീഷൻ? ഏതെങ്കിലും ഒരു ഈവന്റിന്റെ സാധ്യത പ്രോബബിലിറ്റി തന്നിട്ടുണ്ടാകും. ആ പ്രോബബിലിറ്റിയിൽ നിന്നുമായിരിക്കും മറ്റൊരു ഈവന്റിന്റെ സാധ്യതയെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ആയിട്ട് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ബി നൽകിയിട്ടുണ്ടാവും. ബിയിൽ നിന്നുമാണ് നമുക്ക് എയുടെ പ്രോബബിലിറ്റി കാണേണ്ടത്, അല്ലെങ്കിൽ എയിൽ നിന്നുമാണ് നമുക്ക് എന്ത് കാണേണ്ടത്? ബിയുടെ പ്രോബബിലിറ്റി കാണേണ്ടത്. അത്തരം പ്രോബബിലിറ്റീസ് ആണ് കണ്ടീഷണൽ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത്.
conditional probabilities. Conditional probabilities is equal to P of A given B. P of A given B is equal to P of A intersection B divided by P of A. P of A intersection B minus divided by P of A എന്നുള്ളതാണ് conditional probability യിൽ P probability of A given B. ഇനി probability of B given A എന്തായിരിക്കും? Probability of A intersection B divided by probability of B. Probability of B. Probability of A intersection B divided by probability of B. ഇതായിരിക്കും എന്ത് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇതിലെ നോമിനേറ്റർ എന്തായിരിക്കും? സെയിം ആണ്, പക്ഷെ ഡിനോമിനേറ്ററിൽ മാത്രമാണ് ഒരു ചെറിയ മാറ്റം ഉള്ളത്. P of A given B ആണ് എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ P of A ആയിരിക്കും. P of B given A ആണ് എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ P of B ആയിരിക്കും. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇതിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇൻഡിപെൻഡന്റിന്റെ കേസിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഈവൻസ് ആണ്. ഇൻഡിപെൻഡന്റ് ഈവൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടിരുന്നു എന്താണ് ഇൻഡിപെൻഡന്റ് ഈവൻസ് എന്ന് പറയുന്നത്? ഒന്നിന്റെ ഒക്കറൻസിനെ മറ്റൊന്ന് എന്ത് ചെയ്യുന്നില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല. എ ഒക്കർ ചെയ്യാനുള്ള ചാൻസിനെ ബി അഫക്റ്റ് ചെയ്യുന്നില്ല. ബിയുടെ ഒക്കറൻസ് ചാൻസിനെ എയും അഫക്റ്റ് ചെയ്യുന്നില്ല. അത്തരം ഈവൻസ് ആണ് ഇൻഡിപെൻഡന്റ് ഈവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണ്? P of A given B എന്ന് പറയുന്നത് P of A ആയിരിക്കും. അതുപോലെ തന്നെ P of B given A എന്ന് പറയുന്നത് P of B ആയിരിക്കും. ഇതെന്താ ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പോൾ അഡീഷണൽ തിയറം നോർമൽ കേസിൽ അല്ലെങ്കിൽ ഈക്വലി ലൈക്ലി ഈവൻസിന്റെ കേസിലും മ്യൂച്വലി എക്സ്ക്ലൂസീവിന്റെ കേസിലും നമ്മൾ കണ്ടു. ഇനി കണ്ടീഷണൽ തിയറി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ കേസിലും ഇൻഡിപെൻഡന്റ് ഈവൻസിന്റെ കേസിലും നമ്മൾ കണ്ടു. ഇവിടെ എന്താണ്? നെക്സ്റ്റ് വൺ P of A complement is equal to A complement എന്ന് പറയുമ്പോൾ എന്താണ്? A അല്ലാത്ത ബാക്കി കാര്യങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യത, A നടക്കാതിരിക്കാനുള്ള സാധ്യതയാണ് എന്ത്? P of A complement എന്ന് പറയുന്നത് is equal to 1 minus P of A ആണ്. 1ൽ നിന്നും ടോട്ടൽ എത്രയാണ്? പ്രോബബിലിറ്റിയുടെ ടോട്ടൽ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ 1 മൈനസ് P of A ആണെന്ത്? P of A കോംപ്ലിമെന്റ് അല്ലെങ്കിൽ P of A നടക്കാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഇനി P of B കോംപ്ലിമെന്റ് എന്തായിരിക്കും? P of B കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് P of B എന്നുള്ളതാണ് P of B കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി P of C കോംപ്ലിമെന്റോ? P of 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് C ആയിരിക്കും. ഇനി P of A കോംപ്ലിമെന്റും P of B കോംപ്ലിമെന്റും ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? 1 മൈനസ് P of A മൈനസ് P of B ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറി. മൾട്ടിപ്ലിക്കേഷൻ തിയറിയെ ഇന്റർസെക്ഷൻ എന്നുള്ളത് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. A ഇന്റർസെക്ഷൻ B എന്നുള്ളതാണ് മൾട്ടിപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഇന്റർസെക്ഷൻ ആണ്. P of A intersection B. A intersection B എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇന്റർസെക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് രണ്ടിൻ്റെയും എയുടെയും ബിയുടെയും ഒരുമിച്ചുള്ള ഒക്കറൻസിനെയാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് A intersection B എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഒരുമിച്ചുള്ള ഒക്കറൻസിനെയാണ്. P of A given B into P of B ആണെന്ത്? P of A intersection B എന്ന് പറയുന്നത്. P of A intersection B is equal to P of A given B into P of B. Then P of B intersection A ആണ് എന്നുണ്ടെങ്കിൽ P of A given B into P of A. അതാണ് P of B intersection A എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം, അഡീഷണൽ തിയറം, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഈ മൂന്നിൻ്റെയും ഇക്വേഷൻസ് ശരിക്കും മനസ്സിലാക്കി വെക്കണം. അത് ഇക്വേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ എക്സാമിന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഡെഫിനിഷൻസ് ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻസ്. മാത്തമാറ്റിക്കൽ ഓർ ക്ലാസിക്കൽ ഓർ പ്രയോറി പ്രോബബിലിറ്റി ഡെഫിനിഷൻ. മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ പ്രയോറി ഡെഫിനിഷൻ എന്നെല്ലാം ഇതിന് പറയും. എന്താണ് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ പ്രയോറി ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ? n റിസൾട്ട്സ് ഉണ്ട്. ഒരു ട്രയൽ നടത്തിയതിൻ്റെ അല്ലെങ്കിൽ ഒരു റാൻഡം എക്സ്പെരിമെന്റ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് n നമ്പർ ഓഫ് ഔട്ട്കംസ് കിട്ടിയിട്ടുണ്ട്. അതിൽ എക്സോസ്റ്റീവ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് ഈക്വലി ലൈക്ലി ഈവൻസ് ആണ്.
ട്രയൽ നടത്തിയതിൻ്റെ അല്ലെങ്കിൽ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സ്ക്ലൂസീവ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആണ്. ഔട്ട്കംസ് ആണ്. ഈ ഔട്ട്കംസിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? എക്സ്ക്ലൂസീവ് ആണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് ആൻഡ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആണ്. അതിൽ നിന്നും ഫേവറബിൾ ഒക്കറൻസ് കിട്ടുന്നതിനുള്ള സാധ്യത, അതായത് ടോട്ടൽ റിസൾട്ടിൽ നിന്നും നമ്പർ ഓഫ് ടോട്ടൽ ഒക്കറൻസിൽ നിന്നും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ഔട്ട്കംസ് കിട്ടുന്നതിനുള്ള സാധ്യതയെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് ഇ എന്നുള്ളത് ഡിനോട്ട് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് ഇ is equal to number of favorable cases, that is denoted by m, divided by total number of occurrence, which is denoted by n. m by n, അത് m എന്ന് പറയുന്നത് number of favorable cases, then n total number of occurrence. total number of occurrenceൽ നിന്നും number of favorable cases കിട്ടുന്നതിനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഈ ഒരു mൻ്റെയും n-ൻ്റെയും റേഷ്യോയാണ്. Probability of E is equal to number of favorable cases, that is denoted by m, and total number of occurrence denoted by n. ഇതാണ് മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. സിംപ്ലി m by n എന്നുള്ളതാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസിൽ നിന്നും ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് കാണുന്നതിനുള്ള റേഷ്യോയാണ് എന്ത്? മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. Next definition is statistical or empirical probability definition. Statistical definition or empirical definition. ഈ സമയത്ത് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ്ലി ആവുന്ന കേസിലാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ എംപിരിക്കൽ ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നത്. എക്സ്പെരിമെൻ്റ് റിപ്പീറ്റഡ് ആയിരിക്കും. ഇൻഫിനിറ്റ്ലി ലാർജ് നമ്പർ ഓഫ് ട്രയൽസ് നടക്കുകയും ലാർജ് നമ്പർ ഓഫ് ഔട്ട്കംസ് ലഭിക്കുകയും ചെയ്യും. ആ ഒരു കേസിൽ ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? പ്രോബബിലിറ്റി കാണുന്നത്. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആൻഡ് യുണീക്ക് ആയിരിക്കും. ഇനി ട്രയൽസ് നടത്തി അൺലിമിറ്റഡ് ആയിട്ടുള്ള ട്രയൽസിൽ നിന്നും ഈ എന്ന് പറയുന്ന ഒരു ഈവന്റ് ഒക്കർ ചെയ്യുന്നതിനുള്ള എന്ന് പറയുന്ന ഒരു ഈവന്റ് ഹാപ്പൻ ചെയ്യുന്നതിനുള്ള ടൈംസ് എന്ന് പറയുന്നത് ടൈംസ് ആണ്. എന്ന് പറയുന്ന ഒരു ട്രയലിൽ എന്ന് പറയുന്ന ഈവന്റ് ടൈംസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒക്കർ ചെയ്യുന്നുണ്ട്. അതിനുള്ള പ്രോബബിലിറ്റി P of E എന്നുള്ളത് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. P of E is given by P of E is equal to limit m by n tends to infinity എന്നുള്ളതാണ്. P of E is equal to limit m by n tends to infinity. This is statistical or probability definition. ലിമിറ്റിന്റെ കേസിൽ ഈവൻസിനെ പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ എംപിരിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. Third definition is given by Ann Kolmogorov. Kolmogorov ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡെഫിനിഷനാണ്, പ്രോബബിലിറ്റി ഡെഫിനിഷൻ ആണ് ആക്സിയം ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആക്സിയം ഡെഫിനിഷൻ വഴി കോൾമോഗ്രോവ് പറയുന്നത് ഒരു ഈവന്റ്, ഈ സാമ്പിൾ സ്പേസിലെ ഒരു ഈവന്റ് ആയിട്ടുള്ള EI എന്ന് പറയുന്ന ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി തീരുമാനിക്കുന്നത് 3 ആക്സിയംസ് ആണ് അല്ലെങ്കിൽ 3 കണ്ടീഷൻസ് ആണ്. 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ എന്താവൂ? പ്രോബബിലിറ്റി ഓഫ് EI കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് കോൾമോഗ്രോവ് പറയുന്നത്. കോൾമോഗ്രോവ് 3 ആക്സിയംസ് ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ആക്സിയം എന്താണ്? ആക്സിയം 1, നോൺ നെഗറ്റീവ്. P of EI എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് EI എന്ന് പറയുന്ന ഈവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നോൺ നെഗറ്റീവ് ആണ്. ദാറ്റ് ഈസ് it is lies between 0 and 1. It lies between 0 and 1. 0ക്കും 1നും ഇടയിലായിരിക്കും എന്ത്? പ്രോബബിലിറ്റി ഓഫ് EI എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ certainly going to happen ആണ് അല്ലെ? പ്രോബബിലിറ്റി A, ഒരു ഈവന്റ് ഒക്കർ ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി 1 ആണെന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? അൺസർട്ടൈനിറ്റി നിലനിൽക്കുന്നില്ല. അത് ആ ഒരു ഈവന്റ് തന്നെയായിരിക്കും അവിടെ ഒക്കർ ചെയ്യുന്നത്. നമ്മളെ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടുന്നതിനുള്ള പ്രോബബിലിറ്റി 1 ആണെന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. അതിൻ്റെ ആ ഒരു ടോസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഹെഡ് തന്നെയായിരിക്കും. അതാണ് പ്രോബബിലിറ്റി ഓഫ് A is equal to 1 എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ പ്രോബബിലിറ്റി ഓഫ് A is equal to 0 ആണെങ്കിലോ
പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഇത് certainly നോട്ട് ഗോയിങ് ടു ഹാപ്പൻ എന്നാണ്. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഈവെന്റിനെയാണ് 0 എന്ന് പറയുന്ന പ്രോബബിലിറ്റി കാണിക്കുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഈവന്റ് ഒക്കർ ചെയ്യുന്നതിനുള്ള സാധ്യത ഇമ്പോസിബിൾ ആണ്, 0 ആണ്, തീരെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? നോൺ നെഗറ്റീവ് ആണ്. 0ക്കും 1നും ഇടയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവൻ സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ആക്സിയം. ആക്സിയം 1 എന്താണ്? നോൺ നെഗറ്റിവിറ്റി ആണ്. ദെൻ സെക്കൻഡ് ആക്സിയം സെർട്ടൈനിറ്റി. ആക്സിയം 2 എന്താണ്? സെർട്ടൈനിറ്റി ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ദ സാമ്പിൾ സ്പേസ് ഈസ് 1 ആണ്. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി 1 ആണ്. അതായത് നമ്മൾ ഏതൊരു ഈവന്റ് നടത്തിയാലും അല്ലെങ്കിൽ ഏതൊരു എക്സ്പെരിമെന്റ് നടത്തിയാലും അതിനെ ടോട്ടൽ ഔട്ട്കം, പ്രോബബിലിറ്റി ഓഫ് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് കിട്ടുന്നതിനും ടെയിൽ കിട്ടുന്നതിനുമുള്ള പ്രോബബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇനി 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ 4 ഔട്ട്കംസ് നമുക്ക് കിട്ടുന്നുണ്ട്. TT, HH, HD ആൻഡ് TH. ഇത് 4ഉം കൂടെ കൂട്ടുമ്പോൾ പ്രോബബിലിറ്റി എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി 52 കാർഡ്സ് ഉണ്ട് അല്ലേ? കാർഡ്സിന്റെ ഒരു ഡ്രോയിങ്ങിൽ നമുക്ക് വരുന്നത് 52 കാർഡ്സ് ഉണ്ട്. ഈ 52 ഈവൻസിന്റെ പ്രോബബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 ചാൻസ് അല്ലെങ്കിൽ 100% ചാൻസ് ഓഫ് 1 ചാൻസ് ആണ്, 1 ആണ് കിട്ടുന്നത്. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ തേർഡ് ആക്സിയം ഈസ് യൂണിയൻ. തേർഡ് ആക്സിയം, ആക്സിയം 3 ഈസ് യൂണിയൻ. അതായത് if some of the events are disjoint, then the probability of the union of 2 events must be equal to the summations of their probabilities. അവരുടെ പ്രോബബിലിറ്റിയുടെ സമ്മേഷൻസിന് ഈക്വൽ ആയിരിക്കും. അതായത് if A and B are mutually exclusive events, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എ ആൻഡ് ബി എന്ന് പറയുന്ന 2 ഈവൻറ്റ്സ്, അതിൻ്റെ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്, എയുടെയും ബിയുടെയും യൂണിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. ഇതാണ് 3 ആക്സിയംസ്. ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള? എയും കോൾമോഗ്രോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആക്സിയം ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ഇതിലെ തേർഡ് 3 ആക്സിയംസും എന്ത് ചെയ്യേണ്ടതുണ്ട്? നോക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ആക്സിയം നോൺ നെഗറ്റിവിറ്റി ആണ്. സെക്കൻഡ് ആക്സിയം സെർട്ടൈനിറ്റി ആണ്, ദാറ്റ് ഈസ് സാമ്പിൾ സ്പേസ് ഈസ് 1. ദെൻ യൂണിയൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് 2 എലമെന്റ്സിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ഇതാണ് ആക്സിയംസ് ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ, ഇനി ബയസ് തിയറം എന്താണെന്ന് നോക്കാം. എന്താണ് ബയസ് തിയറം? ബയസ് തിയറം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് തോമസ് ബയസ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു തിയറം അറിയപ്പെടുന്നത്. ബയസ് തിയറം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ തോമസ് ബയസ്. ഇനി ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദി പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം ഈവന്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ഒക്കർ ചെയ്തിട്ടുള്ള ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റിയിൽ നിന്നും മറ്റൊരു ഈവന്റിന്റെ പ്രോബബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബയസ് തിയറം യൂസ് ചെയ്യുന്നത്. ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു ഈവന്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ആ ഒക്കർ ചെയ്ത ഈവന്റിൽ നിന്നും മറ്റൊരു ഈവന്റിന്റെ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യുന്നതാണ് എന്ത്? ബയസ് തിയറം. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബയസ് തിയറം യൂസ് ചെയ്യുന്നത്. ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി ഒക്കർ ചെയ്തിട്ടുണ്ട്, ആ ഒക്കർ ചെയ്ത ഈവന്റിൽ നിന്നും മറ്റൊരു ഈവന്റിന്റെ പ്രോബബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബയസ് തിയറം യൂസ് ചെയ്യുന്നത്. ബയസ് തിയറത്തെ ബയസ് റൂൾ അല്ലെങ്കിൽ ബയസ് ലോ എന്നും പറയപ്പെടുന്നുണ്ട്. ബയസ് ലോ അല്ലെങ്കിൽ ബയസ് റൂൾ എന്നൊക്കെ അറിയപ്പെടുന്ന തിയറമാണ് ബയസ് തിയറം. ഇത് ഹൈപ്പോത്തസിസിന്റെ ബേസിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ടാണ് ബയസ് തിയറം കാണുന്നത്. ബയസ് തിയറം കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് പ്രോബബിലിറ്റി ഓഫ് EI given A is equal to P of EI into P of A given EI all divided by sigma P of EI into P of A given
ഇയർ. ഇതാണ് എന്ത് ബയസ് തിയറത്തിന്റെ ഇക്വേഷൻ. ഒരു എക്സാമ്പിൾ വഴി നമുക്ക് ബയസ് തിയറം എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ബയസ് തിയറത്തിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു അല്ലെ, ബയസ് തിയറത്തിന്റെ ഇക്വേഷൻ. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ വൈസ് ആയിട്ട് ഇത് ഒന്നും കൂടെ മനസ്സിലാക്കാം. എങ്ങനെയാണ് ബയസ് തിയറം യൂസ് ചെയ്യുന്നത്, ഏത് സാഹചര്യത്തിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. എക്സാമ്പിൾ: എ ബാഗ് 1 contains 4 white and 6 black balls, while another bag 2 contains 4 white and 3 black balls. One ball is drawn at random from one of the bags and it is found to be black. Find the probability that it was drawn from bag 1. എന്താണ് ക്വസ്റ്റ്യൻ? രണ്ട് ബാഗ്സ് ഉണ്ട്, ബാഗ് 1ഉം ബാഗ് 2ഉം. അല്ല, ബാഗ് 1ന് 4 വൈറ്റ് ബോൾസും 6 ബ്ലാക്ക് ബോൾസുമാണുള്ളത്. ഇനി ബാഗ് 2ലോ 4 വൈറ്റ് ബോൾസും 3 ബ്ലാക്ക് ബോൾസുമാണ് ഉള്ളത്. ഇങ്ങനെ റാൻഡംലി ഒരു ബാഗിൽ നിന്നും ബോൾ സെലക്ട് ചെയ്തപ്പോൾ അത് ബ്ലാക്ക് ആണ്. രണ്ട് ബാഗ് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നും ഒരു ബോൾ സെലക്ട് ചെയ്ത സമയത്ത് അത് ബ്ലാക്ക് ആണ്. അത് ബാഗ് 1ൽ നിന്നും ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ബോൾ സെലക്ട് ചെയ്തു, ഇത് ബാഗ് 1ൽ നിന്നും ആവാനുള്ള സാധ്യത എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കാണും? E1 എന്ന് കൊടുത്തിട്ടുള്ളത് ഈവന്റ് ഓഫ് ചൂസിങ് ബാഗ് 1 ആണ്. ബാഗ് 1 ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് E1 എന്ന് പറയുന്നത്. ബാഗ് 2 ചൂസ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റിയാണ് E2 എന്ന് പറയുന്നത്. E1 ബാഗ് 1 ചൂസ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി, E2 ബാഗ് 2 ചൂസ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് E1ഉം പ്രോബബിലിറ്റി ഓഫ് E2 ഈസ് ഈക്വൽ ടു എന്താണ്? 1/2 ആയിരിക്കും. കാരണം E1ഉം E2ഉം ചൂസ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2 ആണ്. രണ്ടും ഈക്വൽ ആണ്. ഒന്ന് ബാഗ് 1 ചൂസ് ചെയ്യുന്നതിനും ബാഗ് 2 ചൂസ് ചെയ്യുന്നതിനും പ്രോബബിലിറ്റി എന്താണ്? സെയിം ആണ്. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ രണ്ട് ബാഗും ഓരോ ബാഗും ചൂസ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി 1/2 ആയിരിക്കും. ഇനി ബ്ലാക്ക് ബോൾ ആണ് ചൂസ് ചെയ്തത്, അത് 1ൽ നിന്നും ആവാനുള്ള സാധ്യതയാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. പി ഓഫ് എ ഗിവൺ E1, അതായത് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ബ്ലാക്ക് ബോൾ ഫ്രം ബാഗ് 1. ബാഗ് 1ൽ നിന്നും ബ്ലാക്ക് ബോൾ ഡ്രോ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നതിനുള്ള സാധ്യത എത്രയാണ്? 6/10 ആണ്. കാരണം ബാഗ് 1ൽ ടോട്ടൽ 10 ബോൾസ് ഉണ്ട്, 4 വൈറ്റും 6 ബ്ലാക്കും. അത് ടോട്ടൽ 10 ബോൾസ് എവിടെയുണ്ട്? നമ്മുടെ ഫസ്റ്റ് ബാഗിലുണ്ട്. അതിൽ നിന്നും ബ്ലാക്ക് ബോൾസ് എത്രയാണ്? ബ്ലാക്ക് ബോൾസ് 6 ആണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബോള് ഫസ്റ്റ് ബാഗിൽ നിന്നും സെലക്ട് ചെയ്യുന്നതിനുള്ള സാധ്യതയാണ് പി ഓഫ് എ ഗിവൺ E1 എന്ന് പറയുന്നത്. അത് എത്രയാണ്? 6/10, ദാറ്റ് ഈസ് 3/5 ആണ്. ഇനി ബാഗ് 2ൽ നിന്നും സെലക്ട് ചെയ്യുന്നതിനുള്ള സാധ്യത എത്രയാണ്? ഈ ഒരു ബ്ലാക്ക് ബോള് ബാഗ് 2ൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത എത്രയാണ്? പി ഓഫ് എ ഗിവൺ E2, ദാറ്റ് ഈസ് 3/7 ആണ്. കാരണം ടോട്ടൽ 4 + 3 5 ബോൾസ് ആണ് ബാഗ് 2ൽ ഉള്ളത്. അത് 3 ബ്ലാക്ക് ബോൾസ് ആണ് എവിടെയുള്ളത്? നമ്മുടെ ബാഗ് 2ലുള്ളത്. അപ്പോൾ ആ ഒരു ബോള് ബാഗ് 2ൽ നിന്നും ആവുന്നതിനുള്ള സാധ്യത പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 3/7. ഇനി ഇത്രയും ഇൻഫോർമേഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? ഈ ഒരു ബോള് സെലക്ട് ചെയ്തത് ബാഗ് 1ൽ നിന്നും ആവുന്നതിനുള്ള സാധ്യത കാണുന്നത്. നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ, ബയസ് തിയറത്തിന്റെ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മൾ കിട്ടിയ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനിലേക്ക് ആഡ് ചെയ്യണം. പി ഓഫ് E1 എന്ന് പറയുന്നത് എന്താണ്? 1/2. പി ഓഫ് എ ഗിവൺ E1 എന്ന് പറയുന്നത് 3/2. ദെൻ പി ഓഫ് E1, ഇവിടെ സിഗ്മ വെറുതെ ആണ് കേട്ടോ, ഇത് ടൈപ്പിംഗ് എറർ ആണ്. അത് സിഗ്മ ഇവിടെ വേണ്ട, ഇവിടെയും സിഗ്മ വേണ്ട. പി ഓഫ് E1 എന്ന് പറയുന്നത് 1/2. പി ഓഫ് എ ഗിവൺ E1 എന്ന് പറയുന്നത് 3/5 പ്ലസ് പി ഓഫ് E2, സിഗ്മയിലെ പി ഓഫ് E2 എന്ന് പറയുന്നത് 1/2. പി ഓഫ് എ ഗിവൺ E2 എന്ന് പറയുന്നത് 3/7. ഈ എല്ലാ വാല്യൂസും നമ്മൾ മുമ്പ് കണ്ടെത്തിയതാണ് അല്ലേ? അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 7/12 എന്ന് കിട്ടും. അതായത് ആ ഒരു ബ്ലാക്ക് ബോള് 1 എന്ന് പറയുന്ന ബാഗിൽ നിന്നും ഡ്രോ ചെയ്യുന്നതിനുള്ള സാധ്യതയാണ് എന്ത്? 7/12 എന്ന് പറയുന്നത്. ഇതാണ് എന്തിൻ്റെ അപ്ലിക്കേഷൻ? ബയസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻ. ഒരു കണ്ടീഷൻ തന്നിട്ട് എന്ത് ചെയ്യാണ്?
അതിൽ നിന്നും മറ്റൊരു ഈവന്റ് ഒക്കർ ചെയ്യുന്നതിനുള്ള സാധ്യതയെ കണ്ടെത്തുന്നതാണ് ബയസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. A is known to hit the target in 2 out of 5 shots, whereas B is known to hit the target in 3 out of 4 shots. A എന്ന് പറയുന്ന ആൾക്ക് 5 ഷോട്ട്സിൽ നിന്നും എന്താണ് 5 ഷോട്ടിൽ നിന്നും 2 ടാർജറ്റ്. ദെൻ ബി എന്ന് പറയുന്ന ആളുടെ ടാർജറ്റ് എത്രയാണ്? ഹിറ്റ് ചെയ്യേണ്ട ടാർജറ്റ് 4 ഷോട്ട്സിൽ നിന്നും 3 ആണ്. Find the probability of the target being hit when they both try. രണ്ട് പേരും കൂടെ ട്രൈ ചെയ്യുമ്പോൾ ടാർജറ്റ് ഹിറ്റ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. 5 ഷോട്ട്സിൽ നിന്ന് 2ഉം മറ്റൊന്ന് 4 ഷോട്ട്സിൽ നിന്ന് 3യുമാണ്. ഇത് രണ്ട് പേരും ഒരുമിച്ച് ട്രൈ ചെയ്താൽ ഈ ഒരു ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നതിനുള്ള സാധ്യത എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ലെറ്റ് എ ബി ദ ഈവന്റ്. എ ആണ് ഈവന്റ്. Hit the target and B the event that B hits the target. A ഹിറ്റ് ചെയ്യുന്നതിനുള്ള ഈവന്റ് ആണ് എ എന്ന് പറയുന്നത്. ബി ഹിറ്റ് ചെയ്യുന്നതിനുള്ള ഈവന്റ് ആണ് ബി എന്ന് പറയുന്നത്. അതായത് എ എന്ന് പറയുന്ന വ്യക്തി ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നതിനുള്ള സാധ്യതയാണ് എ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ. ബി എന്ന് പറയുന്ന വ്യക്തി ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി ഓഫ് ബി. എ എത്രയാണ്? 5 out of 2 ആണ് അല്ലേ, 2 out of 5 ആണ്. അതായത് 2/3 ആണ് പി ഓഫ് എയുടെ പ്രോബബിലിറ്റി. ദെൻ 3 out of 4 ആണ്, അല്ലെങ്കിൽ 3/4 ആണ് ബിയുടെ പ്രോബബിലിറ്റി. ഇനി ഇവ രണ്ടും ഒരുമിച്ച് ട്രൈ ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ടും ഒരുമിച്ച് നടക്കുന്നതിനുള്ള സാധ്യതയാണ് പി ഓഫ് എ യൂണിയൻ ബി. എ പ്ലസ് ബി എന്ന് പറയുന്നതാണ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അങ്ങനെ പി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. എന്താണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. അതിൽ പി ഓഫ് എ എത്രയാണ്? 2/5 ആണ്. പി ഓഫ് ബി എത്രയാണ്? 3/5 ആണ് അല്ലേ. ഇനി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് തന്നിട്ടില്ല. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് കാണണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ് അല്ലേ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഇക്വേഷൻ എന്താണ്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. ഇനി പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്നുള്ളത് പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു, ഇനി യൂണിയൻ ബി കാണാം, 2/5. പി ഓഫ് എ എന്ന് പറയുന്നത് 2/5 ആണ്, പ്ലസ് പി ഓഫ് ബി എന്ന് പറയുന്നത് 3/4 ആണ്, മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്, മൈനസ് പി ഓഫ് എ 2/5 ഇൻറ്റു പി ഓഫ് ബി 3/4. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 17/20. 17/20. ഇവിടെ നോക്കുക, ക്വസ്റ്റ്യന് എന്താണ്? രണ്ടുപേരും കൂടെ ഒരുമിച്ച് ട്രൈ ചെയ്യുമ്പോൾ ടാർജറ്റ് ഹിറ്റ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടുപേരും ഒരുമിച്ച് എന്ന് പറയുമ്പോൾ എയും ബിയും കൂടിയിട്ട്, അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ത് കണ്ടു? പി ഓഫ് എ യൂണിയൻ ബി ആണ്. രണ്ടും ഒരുമിച്ച് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ബോത്ത് ആവുമ്പോൾ യൂണിയൻ എ യൂണിയൻ ബി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി കൂടുതൽ പ്രോബ്ലംസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത് പഠിക്കാം. അതായത് യൂണിയൻ എവിടെ യൂസ് ചെയ്യണം, ഇന്റർസെക്ഷൻ എവിടെ യൂസ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് വരാം, അറ്റ്മോസ്റ്റ് വരാം. അത്തരം ടൈമിലൊക്കെ എങ്ങനെയാണ് പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.